ഇത് പരപ്പ് ദേശമാണ്. ഈ ദേശത്ത് ഈ പെരിയാറിൻ്റെ തീരത്തൂടെ ഒരു കാലഘട്ടത്തിൽ ഏകദേശം 10-11 വർഷക്കാലം മുമ്പ് മദ്യത്തിനും മയക്കുമരുന്നിനുമെല്ലാം അടിമപ്പെട്ട് ഒരു വേട്ടപ്പട്ടിയെപ്പോലെ ഈ ദേശത്തൂടെ നടന്ന ചെറുപ്പക്കാരനായിരുന്നു ഞാൻ. ഈ ദേശത്തിൻ്റെ അടുത്ത് തന്നെ, ഈ പരപ്പ് സ്ഥലത്ത് തന്നെ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. ആ ധ്യാനകേന്ദ്രത്തിൽ എൻ്റെ ആത്മീയ പിതാവായി എൻ്റെ തിന്മ ചെയ്ത് ജീവിച്ച കാലഘട്ടത്തിൽ എന്നെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി ദൈവം തന്നെ തിരഞ്ഞെടുത്തയച്ച ഒരു ദൂതനായി ഫാദർ അബ്രാഹാം പുതിയാത്തച്ഛൻ, അച്ഛൻ്റെ കരങ്ങളിലൂടെയാണ് ഞാൻ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയൊക്കെ തിരിച്ചറിയുന്നത്. ആ ധ്യാനകേന്ദ്രത്തിൽ ഒരു ചെറിയ തപസ് ധ്യാനത്തിൽ വെച്ച് ഞാൻ നവീകരണത്തിലേക്കും ദൈവത്തിൻ്റെ കരങ്ങളിലേക്കും പറിച്ചു നടപ്പെട്ടു. അതിനുശേഷം ആ പരപ്പ് ധ്യാനകേന്ദ്രത്തിൽ ഒരു പ്രത്യേക ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു മകനായി ഈ ദേശത്തിന് തന്നെ പ്രത്യേക ഒരു സാക്ഷ്യമായിട്ട് തന്നെ ഉയർത്തുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും വിശ്വസ്തയോടെ കരം പിടിച്ച് നടക്കാൻ സാധിക്കുന്ന പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചതുകൊണ്ടാണ്. അമ്മയുടെ ശക്തമായ അനുഗ്രഹങ്ങളും അമ്മയുടെ ശക്തമായ ഇടപെടലുകളും എൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നടക്കുന്നതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് കാഞ്ഞിരപ്പള്ളി രൂപത മേരിക്കുളം സെൻറ് ജോർജ് ഇടവകാംഗമായ പുതുമന അബി ഫിലിപ്പ് താൻ തിരിച്ചറിഞ്ഞ പരിശുദ്ധ അമ്മയിൽ നിരന്തരം ആശ്രയിക്കുന്ന ജീവിതം. തൻ്റെ പാപപങ്കിലമായ പഴയ കാലങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്കടുക്കുവാൻ ഇദ്ദേഹം മുറുകെ പിടിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ്. ധ്യാനത്തിനൊക്കെ പങ്കെടുത്ത് മാതാവിൻ്റെ കരം പിടിച്ച് നടക്കുന്ന സമയത്തും പലപ്പോഴും പഴയ കൂട്ടുകെട്ടിലേക്കൊക്കെ ഞാൻ എത്തി നോക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് മദ്യം കഴിക്കാനും വീണ്ടും പഴയ വഴികൾ പിന്തുടരുന്നതിനൊരു സന്തോഷമൊക്കെ, അതൊക്കെയാണ് കൂടുതൽ സന്തോഷമെന്നൊക്കെ ഒരു തിരിച്ചറിവ് പലപ്പോഴും എനിക്കുണ്ടായപ്പോഴൊക്കെ ഞാൻ വീണ്ടും നിലവിളിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ എൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും വിളിക്കുകയും അമ്മ പല സമയത്തും നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും അമ്മ എന്നെ വിളിച്ച് പല രൂപത്തിലും ഭാവത്തിലും അമ്മ എന്നെ വിളിച്ച് ആ അപകടത്തിൻ്റെ നിരത്തുകളിൽ നിന്നൊക്കെ എന്നെ മാറ്റിപ്പെട്ടു. ഇതിനെല്ലാം കാരണം ഈ പരപ്പ് തപസ് ധ്യാനത്തിലുള്ള ചെറിയൊരു ജപമാല റാലി 3-3.5 വർഷക്കാലമായി പരപ്പിൽ ആ തപസ് ധ്യാനവുമായി ഞാൻ തപസ് ധ്യാനവുമായി ഞാൻ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ആ ധ്യാനത്തിൽ എല്ലാ മാസവും ഈ പരപ്പ് ഈ കുരിച്ചടിയിലേക്കുള്ള ജപമാല റാലിയിൽ മുൻപിൽ തന്നെ, അതായത് ഈ ദേശത്തൂടെ തിന്മ ചെയ്ത് നടന്ന സ്ഥലത്തൂടെ തന്നെ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉറക്കെ ശബ്ദമുയർത്തി പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എന്നെ ശക്തമായിട്ട് വാരിപ്പിടിക്കുകയും അമ്മയുടെ ഉമ്മല ഹൃദയത്തിൽ എന്നെ സൂക്ഷിക്കുകയും പല അപകടങ്ങളിലും അനർത്ഥങ്ങളിലും എൻ്റെ കുടുംബത്തിൻ്റെ തന്നെ എല്ലാ അവസ്ഥകളിലും പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തുകയും ചെയ്തു. ജപമാലയാണ് തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ആശ്രയം. ആ ജപമാല പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിയ നിരവധി അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് പങ്കുവയ്ക്കുവാനുണ്ട്. പരപ്പ് ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകളിൽ ഞാൻ ഒരിക്കലും ഒരു സംതൃപ്തി എനിക്ക് തോന്നാതിരുന്ന സമയത്ത് കൂടുതൽ ഇച്ചിലൂടെ തീക്ഷ്ണമായിട്ട് രഹസ്യമായി ആരുമറിയാതെ യേശുവിന് ശുശ്രൂഷ ചെയ്യണമെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിൽ വരികയും അങ്ങനെ എൻ്റെ ആത്മീയ പിതാവിനോട് ഞാൻ അനുവാദം മേടിച്ച് കട്ടപ്പന ദേശത്തുള്ള കട്ടപ്പനയിലുള്ള ഒരു ആകാശപ്പറവുകൾ മാനസിക രോഗികളെയൊക്കെ നോക്കുന്ന ഒരു സെൻറ്ററിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ കടന്നു ചെല്ലുന്നതിന് മുന്നോടിയായി അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ശുശ്രൂഷയെക്കാട്ടിലും പ്രാധാന്യം പ്രാർത്ഥനയ്ക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് നീണ്ട പ്രാർത്ഥനകളൊന്നും ദിവ്യഗാനത്തിന് മുമ്പിൽ ധ്യാനിക്കാനൊന്നും അറിയത്തില്ലാതിരുന്നപ്പോഴും ഞാൻ ആയുധമായിട്ടെടുത്തത് പരിശുദ്ധ ജപമാലയാണ്. ഈ ജപമാല പ്രാർത്ഥനയിലൂടെ ഒരു ജപമാല ചെല്ലുമ്പോൾ അത് മതിവരാതെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എനിക്ക് ജപമാല ചെല്ലാനുള്ള പ്രചോദനം ലഭിക്കുകയും അപ്പോൾ ഒറ്റയിരുപ്പിന് തന്നെ 4 ജപമാല 8 ജപമാല അങ്ങനെയൊക്കെ ചൊല്ലി ഈ ആകാശപ്പുറകളുടെ ശുശ്രൂഷകളിൽ കടന്നു ചെല്ലുവാൻ എനിക്ക് സാധിച്ചു. ആകാശപ്പുറത്ത് കടന്നു ചെല്ലുമ്പോൾ വലിയ സെൻ്ററാണ്. 150-150ഓളം മാനസികരോഗികൾ അവിടെയുണ്ട്. അവിടെ മാനസികരോഗികളെ കുളിപ്പിക്കണം. അങ്ങനെയുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ആ ദിവ്യകാരുണ്യ ചാപ്പലിലിരുന്ന് പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിൽ ഓരോ മക്കളെയും സമർപ്പിച്ച് ഇവരുടെ കാവൽ മാലാഖയോടും ഇവരുടെ പേരുകട വിശുദ്ധരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിലുള്ള ചില മക്കളൊക്കെ വയലൻ്റായി എൻ്റെ നേരെ ആക്രമിക്കാനൊക്കെ കടന്നു വരുമ്പോൾ ഇതെല്ലാം അമ്മയോട് ചേർന്ന് നിന്ന് യുദ്ധം ചെയ്തുകൊണ്ട് ഇതൊക്കെ നിർവീര്യമായി പോകുന്നത് പലപ്പോഴും എനിക്ക് കാണിക്കാൻ സാധിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. വളരെ വയലൻ്റായി എന്നെക്കാട്ടിലും ഒരു 1.5 അടി പൊക്കം കൂടെയുള്ള അജാനബാഹുമായ ഒരു മകൻ പെട്ടെന്ന് സെല്ലിൽ വെച്ച്, അവൻ്റെ പ്രത്യേകത അവൻ എപ്പോഴും വയലൻ്റായാൽ അവൻ എപ്പോഴും പെടലിയിൽ അവൻ കടിച്ചു പറിക്കും.
ആ കടിച്ചു പറിക്കുന്ന ഒരു മകനെ കടിച്ചു പറിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഈ മകനെ തുണിയിൽ പിടിച്ചുകൊണ്ട് പെട്ടെന്ന് സെല്ലിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അവൻ പലരെ ആക്രമിക്കും. അങ്ങനെ സെല്ലിലേക്ക് കടത്തി കൊണ്ടുപോകുന്ന വഴിക്ക് സിസ്റ്റർ കണ്ടു. സിസ്റ്റർ പറഞ്ഞു, മോനെ അബി, നീ വലിച്ചുകൊണ്ട് പോകുന്നത് അവനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നീ ആദ്യമേ സെല്ലിൽ കയറണം, പിന്നെ അവൻ നിന്നെ പിടിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, യേശു നാമത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈ മകനെ സെല്ലിനുള്ളിലാക്കുകയും, പക്ഷേ സെല്ലിനുള്ളിൽ ആക്കിയതിന് ശേഷം പുറത്തിറങ്ങി ഞാൻ ഇതിൻ്റെ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവനെൻ്റെ കൈകളിൽ കടന്നു പിടിച്ച് ബലമായിട്ട് എത്ര ശ്രമിച്ചിട്ടും എനിക്ക് പിടിയിപ്പിക്കാൻ സാധിക്കത്തില്ല. അത്രമാത്രം ശക്തമായിട്ട് ഇവൻ എൻ്റെ കരങ്ങളിൽ പിടിച്ച് നിൽക്കുന്ന സമയത്ത് എൻ്റെ കൈയൊക്കെ അവൻ്റെ നഖം കൊണ്ട് മുറിയുന്ന സമയത്ത് ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് യേശു നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവനങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് തെറിച്ചു പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവുകയും അതിലൂടെ ഈ അലറുന്ന ശൃംഗത്തെ പോലെ വരുന്ന പല തിന്മയുടെ സ്വാധീനങ്ങളെയും പരിശുദ്ധ അമ്മയിലൂടെ, ജപമാലയിലൂടെ എനിക്ക് തൂത്തെറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തൻ്റെ ഭവനത്തിൻ്റെ ആശ്രയം പരിശുദ്ധ അമ്മയാണെന്ന് പറയുമ്പോൾ ആ അമ്മ വഴി തൻ്റെ മകൾക്ക് ലഭിച്ച അത്ഭുത രോഗസൗഖ്യത്തിന് നന്ദി പറയുകയാണ് ഈ കുടുംബം. അപകടങ്ങളിലും രോഗങ്ങളിലും പരിശുദ്ധ അമ്മ താങ്ങി നടത്തിയ അനുഭവങ്ങൾ ഇദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി പല രോഗങ്ങളും ഒക്കെ എൻ്റെ കുടുംബത്തിലുണ്ടായപ്പോഴും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു നിന്നു. 8 മാസം പ്രായമായപ്പോൾ 8 ദിവസം പ്രായമായ എൻ്റെ കുഞ്ഞിന് തലയിലൊരു മുഴയുണ്ടായി. അപ്പോൾ എൻ്റെ ഭാര്യയും ഞാനും ശക്തമായിട്ട് ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കൂടെ നടന്ന് പ്രാർത്ഥിച്ചു. കാരിത്താസ് ഹോസ്പിറ്റലിൽ വെച്ച് വലിയൊരു ഓപ്പറേഷന് വിധേയമാക്കുന്നതിന് വേണ്ടി ഡോക്ടറൊക്കെ നിർദ്ദേശിച്ചു. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ ഞാൻ ശക്തമായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം രാവിലെ ഞാൻ ദേവാലയത്തിൽ ബലിയർപ്പിച്ച് വീട്ടിലേക്ക് ആശുപത്രിയിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് എൻ്റെ ജീവിത പങ്കാളി പെട്ടെന്ന് തന്നെ എന്നെ വിളിച്ചു. പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കൈ കൊണ്ട് തട്ടി അത് പൊട്ടിപ്പോയി. ഏകദേശം 1.5 ലക്ഷം രൂപയെങ്കിലും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടറൊക്കെ പറഞ്ഞ ഓപ്പറേഷൻ വെറും 24 രൂപയുടെ ഒരു ഓയിൻമെൻറ്റ് മാത്രം തന്ന് ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് പോരുന്നു. അതുപോലെ തന്നെ വീണ്ടും കൊച്ചിന് ഏകദേശം 2.5 വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വീട്ടിൽ വെച്ച് കൊച്ച് കരഞ്ഞതിൻ്റെ ഫലമായി പെട്ടെന്ന് ഞാൻ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ റാണിറ്റ അവിടെ പെട്ടെന്ന് തന്നെ കൊച്ചിന് ഹെർണിയയുടെ രോഗമാണ്, അതുകൊണ്ട് അത് ഓപ്പറേഷൻ ചെയ്താലേ മാറുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടർ അന്നേരം നിർദ്ദേശിച്ചത്. പക്ഷേ അന്നേരത്തെ സാമ്പത്തികമായ സ്ഥിതിയും മറ്റും പല സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതിനാൽ ഞാനിത് പലപ്പോഴും എനിക്ക് ഓപ്പറേഷൻ ഇങ്ങനെ മാറ്റി വെക്കേണ്ടതായിട്ട് വന്നു. വീണ്ടും കഴിഞ്ഞ ദിവസം കുഞ്ഞിന് ഏകദേശം 6 വയസ്സായപ്പോൾ പല ഡോക്ടർമാർ വീണ്ടും പറഞ്ഞിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ശക്തമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റൽ ഹെർണിയയുടെ ഒരു ക്യാമ്പ് വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഫ്രീ ആയിട്ട് അവിടെ കുറച്ച് പൈസയ്ക്ക് ഇളവ് കിട്ടുമല്ലോ എന്നോർത്താണ് ഞാൻ ഹെർണിയയുടെ ക്യാമ്പിന് ചെന്നത്. ആ ക്യാമ്പിൽ വെച്ച് ഡോക്ടർ ഇതെന്നെ കാണിക്കുകയും ഇത് ഓപ്പറേഷൻ ചെയ്ത് കളയുന്നതാണ് നല്ലത്, ഈ ചെറുപ്രായത്തിൽ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോൾ ഞാനും ജീവിത പങ്കാളിയും എല്ലാം ശക്തമായിട്ട് ജപമാലയിൽ ആശ്രയിച്ചു. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ ഫലമായി ആശുപത്രി ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഡോക്ടർ ചോദിച്ചു എന്നോട് ഓപ്പറേഷൻ്റെ തലേ ദിവസം വീണ്ടും ആ റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ ഡോക്ടർ വീണ്ടും ചോദിച്ചു, ഇത് കാണുന്നില്ലല്ലോ എന്ന് പറയുകയും വീണ്ടും ഞാൻ ഡോക്ടറുടെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറുടെ റൂമിൻ്റെ വാതിക്കലെത്തുമ്പോൾ ആ ഡോക്ടർ OP ടിക്കറ്റിൻ്റെ മുമ്പിലിരുന്ന് ജപമാല ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുകയും ഡോക്ടർ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് കണ്ടിട്ട് എന്നോട് പറയുക, ഇങ്ങനൊരു സംഭവം ഇപ്പോൾ ഇല്ല, അത് ഇപ്പോൾ കാണുന്നില്ല, അത് മാറ്റപ്പെട്ടിരിക്കുക, ഇപ്പോൾ ഈ കുഞ്ഞിന് ഓപ്പറേഷൻ്റെ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വീണ്ടും പരിശുദ്ധ അമ്മയിലൂടെ ശക്തമായ അനുഗ്രഹങ്ങൾ രോഗത്തിലും ദുരിതത്തിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളും മറ്റുള്ളവരൊക്കെ എന്നെ പല രീതിയിൽ തഴയപ്പെടുമ്പോഴും ഒക്കെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞാനിപ്പോൾ മുന്നോട്ട് ശക്തിപ്പെട്ട് യാത്ര ചെയ്യുന്നു. ഞങ്ങൾ പലപ്പോഴും സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വാടിപ്പട്ടിയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. അവിടെ ഞങ്ങൾ അടിക്കടി മനസ്സിന് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉള്ളപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉമല ഹൃദയത്തിന് ഞങ്ങളെ തന്നെയും ഞങ്ങളുടെ നിയോഗങ്ങളൊക്കെ അടിക്കടി സമർപ്പിക്കുന്ന സ്ഥലമാണ് വാടിപ്പട്ടി. അവിടെ മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട്, പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഞങ്ങൾ കൂട്ടായ്മയിൽ വാഹനത്തിൽ വാടിപ്പട്ടി മാതാവിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. വാഹനം നിയന്ത്രിക്കുന്നത് ഞാനാണ്. അപ്പോൾ 2 ലൈനിൽ നിന്ന് 4 ലൈനിലേക്ക് കയറുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ വാഹനത്തിൽ നിന്ന് സൈഡിൽ നിന്ന് കടന്നു പോകാമെന്ന് പറയുകയും അവർ പറഞ്ഞത് പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഞാൻ സൈഡ് നോക്കാതെ ആ റോഡിലേക്ക് പെട്ടെന്ന് കയറുകയും എതിരെ വീഴുന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറി
മായിട്ട് ഇടിച്ചു. വണ്ടിയിലിരുന്ന് എല്ലാവരും ധരിച്ചത് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ വാഹനത്തിൻ്റെ മുകളിലൂടെ കയറി ഇറങ്ങിപ്പോയെന്നാണ്. പക്ഷേ അത്ഭുതകരമായ രീതിയിൽ മാതാവിൻ്റെ ശക്തമായ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും ഇന്നും അതെൻ്റെ ഹൃദയത്തിൽ ആ കാര്യം, ആ സ്ഥലത്തൂടെ ഞങ്ങൾ വീണ്ടും അത് കഴിഞ്ഞ് പല പ്രാവശ്യവും ആ സ്ഥലത്തൂടെ പോയിട്ടുണ്ട്. ഇപ്പോൾ കുമളിയിലുള്ള തോമസ് ബ്രദർ ഒക്കെ നേതൃത്വം വഹിക്കുന്ന തമിഴ്നാട് ഒരു മിനിസ്ട്രി ഉണ്ട്. തമിഴ് പത്രങ്ങൾ, തമിഴ് മാസികകൾ, യേശുനാമത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ തമിഴ്നാടുകളിൽ പല പള്ളികളിലും ദേവാലയങ്ങളിലിടുന്ന. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോയപ്പോഴും ഞങ്ങൾ ഈ വിഷയം അന്ന് സംസാരിച്ചു. ഇപ്പോഴും അത് ഹൃദയത്തിൽ വലിയൊരു പേടി സ്വപ്നമായിട്ട് ഇപ്പോൾ ഓർക്കാറുണ്ട്. മാതാവിൻ്റെ ശക്തമായൊരു സംരക്ഷണം, ഇതുപോലെ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പറയാനുണ്ട്. പരിശുദ്ധ അമ്മയിലുള്ള ആശ്രയമാണ് ഈ ജീവിതം മുഴുവൻ. തന്നിൽ ആശ്രയിക്കുന്നവരെ എന്നും സംരക്ഷിക്കുന്ന പരിശുദ്ധ അമ്മ നിരവധി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട് ഈ ജീവിതത്തിൽ. ഈ അനുഭവങ്ങളെല്ലാം നമ്മെയും ആ അമ്മയിലേക്ക് ചേർത്തു നിർത്തട്ടെ. ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെട്ടു വരുമ്പോൾ മരിയൻ എവക്കറിസ്റ്റ് മിനിസ്ട്രി എന്ന ഒരു ജപമാല കൂട്ടായ്മ, എൻ്റെ ഒരു സുഹൃത്ത് ന്യൂസിലൻഡിലേക്ക് പോയപ്പോൾ അവൻ ന്യൂസിലൻഡിൽ നിന്നും അത് ആരംഭിക്കുകയും അതിലൂടെ ഏകദേശം 5000-ഓളം പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും അടക്കം ഏകദേശം 5000-ഓളം പേര് ഇതിൽ ജപമാല ചെല്ലുന്നു. ഇത് ജപമാല കൗണ്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ്. ഓരോ വ്യക്തികളും അന്നന്ന് ചെല്ലുന്ന ജപമാലകൾ എണ്ണം ഇതിൽ ഇടുകയാണ് ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം. അങ്ങനെ ജപമാലകൾ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് ഏകദേശം 16 ലക്ഷത്തോളം ജപമാലകൾ ഇപ്പോൾ കൂട്ടായ്മയിലുണ്ട്. അപ്പോൾ ഇത് ചെല്ലാനുള്ളതും പ്രചോദനം പരിശുദ്ധ അമ്മയുടെ ഒരു മെസ്സേജാണ്. നിങ്ങൾ ജപമാല ചെല്ലിയാൽ മതി, ആ ജപമാല ഞാൻ എടുത്ത് ഉപയോഗിച്ചുകൊള്ളാം. അങ്ങനെ ഇതിൽ 5000-ഓളം പേര് ജപമാല ചെല്ലുമ്പോൾ ആ ജപമാല കൂട്ടായ്മയിലേക്ക് മറ്റനേകം പേര് പല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓരോ നിയോഗങ്ങൾ ഇടുകയും ആ നിയോഗങ്ങളെല്ലാം അതിൽ തന്നെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിക്കുന്നത് കാണുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കും അതുപോലെ തന്നെ വലിയ സാമ്പത്തികമായ ഒരു പ്രതിസന്ധി, കുറേ ബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളുമായി ഒരു തുരുത്തിലിരിക്കുമ്പോൾ ഞാൻ തന്നെ ഈ ഗ്രൂപ്പിൽ ഒരു നിയോഗമിടുകയും അതിലൂടെ അതിശക്തമായ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് എന്നെ ആ വിഷമഘട്ടത്തിൽ എന്നെ ഉയർത്തിയെടുക്കുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നടന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം, പ്രകടമായ അത്ഭുതം, എനിക്ക് മാതാവിൻ്റെ ശക്തി വെളിപ്പെട്ട നിമിഷങ്ങളാണ്. കഴിഞ്ഞ ഡിസംബർ മാസം ഓഖി ചുഴലിക്കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകുമ്പോൾ പോലും ഓട്ടോറിക്ഷ കടന്നു വരാതെ വഴിക്കുള്ള മരങ്ങളെല്ലാം വെട്ടി മാറ്റുകയും വീണ്ടും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയും ചെയ്യുന്നു അതിശക്തമായ കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ പുതിയതായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന എൻ്റെ കൃഷിയിടങ്ങളിലേക്കൊക്കെ നോക്കിയപ്പോൾ എല്ലാം ഈ നിമിഷം തന്നെ തീരും. ആ സമയത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരു ലോക അവസാനത്തെക്കുറിച്ച് യഥാർത്ഥത്തിലല്ലാത്ത പല മെസ്സേജുകൾ കടന്നു വരികയും ഈ കാറ്റും കൊടുങ്കാറ്റും കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പോലും ഇതൊക്കെ ശരിയാണല്ലോ, ഈ മെസ്സേജുകളൊക്കെ സത്യമാണല്ലോ എന്ന് ദൈവത്തിൻ്റെ ആ ശക്തിയിൽ ആശ്രയിക്കാതെ ആ മെസ്സേജുകളിലൊക്കെ നോക്കി ഒരു നിമിഷം ദുഃഖിച്ചിരുന്ന നിമിഷം. അപ്പോഴാണ് ഞാൻ എൻ്റെ ഏലത്തിൻ്റെ അകത്തും കൊടിത്തോട്ടത്തിലൊക്കെ ഇറങ്ങി നിന്നത്. ഇതെല്ലാം ആടി ഒലിയുന്ന നിമിഷങ്ങളിൽ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചാൽ ഒരു തിന്മയുടെ ശക്തിക്കും ഇതിനെ ആക്രമിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു ചിന്ത. ആ നിമിഷം തന്നെ ഞാൻ അവിടെ നിന്ന് പരിശുദ്ധ അമ്മയുടെ എൻ്റെ കൃഷിയിടങ്ങളും ഈ ദേശത്തെ തന്നെ പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയും അനേകം പേരുടെ കൃഷിയിടങ്ങളിൽ വസ്തുതകളൊക്കെ നശിച്ചപ്പോൾ എനിക്ക് ഒരു നാശനഷ്ടമില്ലാതെ മാതാവ് ശക്തമായിട്ട് അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെ സംരക്ഷിച്ചു. ഇതുപോലെ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി സംഭവിച്ചിട്ടുണ്ട്.